നമസ്കാരം. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ സൂര്യനിൽ നിന്നും മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ലോകമെന്ന് നാം പറയുന്നതും ലാറ്റിൻ ഭാഷയിൽ ടെറ എന്നറിയപ്പെടുന്നതും ഭൂമിയാണ്. ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 5ാം സ്ഥാനമാണ് ഭൂമിക്കുള്ളത്. കൂടാതെ സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹവും ഇത് തന്നെയാണ്. 71% വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രഹമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് കാണുമ്പോൾ ഭൂമിയുടെ നിറം നീലയായി കാണപ്പെടുന്നത് കൊണ്ട് ഇതിനെ നീലഗ്രഹം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ലോഹങ്ങളും പാറകളും കൊണ്ട് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഗണത്തിലാണ്, അതായത് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന വിഭാഗത്തിലാണ് ഭൂമി ഉൾപ്പെടുന്നത്. ഭൂമിയുടെ പ്രായം 454 കോടി വർഷമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി അറിയുന്ന ഏക ഇടം ഭൂമി മാത്രമാണ്. മനുഷ്യനുൾപ്പെടെ അനേകായിരം ജീവിവർഗങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവൻ പ്രത്യക്ഷമായത് കഴിഞ്ഞ 100 കോടി വർഷങ്ങൾക്കുള്ളിലാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഓസോൺ പാളിയും ഭൂമിയുടെ കാന്തമണ്ഡലവും ചേർന്ന് പുറത്തുനിന്ന് വരുന്ന ഹാനികരമായ കിരണങ്ങളെ തടയുകയും ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിനെ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്ത 150 കോടി വർഷത്തേക്ക് കൂടി ഭൂമിയിൽ ജീവന് സ്വാഭാവികമായ നിലനിൽപ്പ് സാധ്യമാണെന്ന് ശാസ്ത്രലോകം കരുതുന്നു. സൂര്യൻ്റെ വർദ്ധിച്ചു വരുന്ന തിളക്കം അന്ന് ജൈവമണ്ഡലത്തെ നശിപ്പിക്കുമെന്നതിനാൽ ഈ കാലയളവിന് ശേഷം ഭൂമിയിൽ ജീവൻ അവസാനിക്കുമെന്ന് കരുതുന്നു. ഗ്രീക്ക്, റോമൻ ദേവന്മാരുടെ ഒന്നും പേരില്ലാത്ത സൗരയൂഥത്തിലെ ഒരേയൊരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിൽക്കട്ടെ. ദിനവും നമ്മൾ ഒത്തിരി ആളുകളെ കാണുന്നവരാണ്. ചിലപ്പോഴെങ്കിലും അവരെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നിഷ്കളങ്കരും പാവത്താന്മാരുമായി വിലയിരുത്താറുമുണ്ട്. അത് ഒരുപക്ഷെ അവരുടെ വിനയത്തോടുള്ള പെരുമാറ്റം കൊണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ മാന്യമായ വസ്ത്രധാരണ രീതി കൊണ്ടുമാകാം, അതുമല്ലെങ്കിൽ അവരുടെ സംസാര രീതി കൊണ്ടാകാം. എന്നാൽ അവരുടെ ചരിത്രം ചികഞ്ഞു പോകുമ്പോൾ അവർ നമ്മൾ കരുതുന്ന അത്രയും നിഷ്കളങ്കർ അല്ലെന്ന് നമുക്ക് മനസ്സിലാകും. കൊച്ചി രാജാവ് എന്ന ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിച്ച സൂര്യനാരായണ വർമ്മ എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മ അല്ല ഞാൻ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാലം. വളരെ ഫേമസ് ആയ ഈ ഡയലോഗ് നേരത്തെ വിവരിച്ച നമ്മുടെ ഭൂമിയാണ് പറയുന്നത് എന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അല്പം പ്രയാസം കാണുമല്ലേ? കാരണം ഭൂമി എപ്പോഴും ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. എന്നാൽ ഭൂമിക്കും മേൽപ്പറഞ്ഞതുപോലെ ഒരു കഴിഞ്ഞ കാലമുണ്ട്. സഹോദര ഗ്രഹം എന്നൊക്കെ പറയാനാവുന്ന ഒരു ഗ്രഹത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞ ഒരു കാലം. നമ്മൾ ഇതുവരെ കാണാത്ത, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു രൂപം ഭൂമിക്ക് ഉണ്ടായിരുന്നു. ഭൂമി തകർത്ത ഗ്രഹത്തിന് ഇന്നത്തെ ചൊവ്വ ഗ്രഹത്തിൻ്റെ അത്രയും വലിപ്പമുണ്ടായിരുന്നു. തീയ എന്നാണ് ഈ ഗ്രഹത്തിൻ്റെ പേര്. ഏകദേശം 6102 കിലോമീറ്റർ വ്യാസം ഈ ഗ്രഹത്തിന് ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ പ്രായത്തിൻ്റെ ഏതാണ്ട് 1/3 ഭൂമിയുടെ പ്രായം എന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം. ഏതാണ്ട് 454 കോടി വർഷങ്ങൾക്ക് മുൻപ് സൂര്യന് ചുറ്റുമുണ്ടായിരുന്ന സൗരവാതക പടലങ്ങൾ ഉറഞ്ഞുകൂടിയാണ് ഭൂമിയും സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളും ഉണ്ടായത് എന്നാണ് നമ്മൾ ഇന്ന് കരുതുന്നത്. ഗ്രഹങ്ങൾ നിശ്ചിത അകലത്തിൽ ഭ്രമണപഥങ്ങളിലായി സൂര്യനെ ചുറ്റാൻ ആരംഭിച്ചു. ഭൂമി സൂര്യനെ ചുറ്റുന്ന അതേ ഭ്രമണപഥത്തിലാണ് തീയയും സൂര്യനെ ചുറ്റിയിരുന്നത്. നിശ്ചിത അകലം പാലിച്ചിരുന്നതിനാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വർഷങ്ങളോളം കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഭൂമിയുടെ ഭ്രമണപഥത്തിലെ L4 അല്ലെങ്കിൽ L5 എന്നീ 2 പോയിന്റുകളിൽ ഒരിടത്തായിരുന്നു തീയയുടെ സ്ഥാനം. എന്നാൽ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം മൂലം ഭ്രമണപഥത്തിൽ നിന്ന് വ്യതിചലിച്ച തീയ ഭൂമിക്ക് നേരെ ചലിക്കാൻ തുടങ്ങി. 9 km/s എന്ന വേഗതയിൽ തീയ ഭൂമിയുമായി കൂട്ടിയിടിച്ചു. ആ കൂട്ടിയിടിയിൽ തീയാഗ്രഹം പൂർണ്ണമായും തകരുകയും കുറച്ചു ഭാഗം ഭൂമിയിലേക്ക് ലയിക്കുകയും ചെയ്തു. കുറച്ചു ഭാഗം ബഹിരാകാശത്തേക്ക് ചിതറിത്തെറിച്ചു. അങ്ങനെ തെറിച്ച ഭാഗങ്ങൾ കാലക്രമേണ കൂടിച്ചേർന്നാണ് ഇന്നത്തെ ചന്ദ്രൻ രൂപപ്പെടുന്നത്. അപ്പോളോ ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശ യാത്രികർ വീണ്ടെടുത്ത ചാന്ദ്രശിലകളുടെ സാമ്പിളുകൾ ഭൂമിയുടെ പുറന്തോടിന് വളരെ സാമ്യമുള്ളതായി കണ്ടെത്തിയതോടെയാണ് ഇക്കാര്യം ഉറപ്പിച്ചത്. ഹവായ്, അരിസോണ എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ച അഗ്നിപർവ്വത ശിലകളും അപ്പോളോ ദൗത്യത്തിൽ ശേഖരിച്ച ചാന്ദ്രശിലകളും താരതമ്യം ചെയ്തപ്പോൾ ഓക്സിജൻ ഐസോട്ടോപ്പുകൾ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ലാതിരുന്നത് ശാസ്ത്രജ്ഞരെ അതിശയിപ്പിച്ചിരുന്നു. അവ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നുവെന്നാണ് ഗവേഷണത്തിന് നേതൃത്വം കൊടുത്ത എഡ്വേർഡ് യങ് പറഞ്ഞത്. ഭൂമിയുമായി തീയ കൂടിച്ചേർന്നതിനാലാണ് ഇവയിൽ നിന്ന് ലഭിച്ച പാറകൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതിരുന്നത്. ഭൂമിയുടെ മാഞ്ചിനുള്ളിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെയും പസഫിക് സമുദ്രത്തിൻ്റെയും താഴ്ഭാഗം ഭൂമിയുടെ ബാക്കിയുള്ള മാഞ്ചിനേക്കാൾ വ്യത്യസ്തമാണ്. ഇത് അന്നത്തെ കൂട്ടിയിടിയിൽ ഭൂമിക്കുള്ളിലേക്ക് താഴ്ന്നിറങ്ങിയ തീയയുടെ അവശിഷ്ടങ്ങളാണ് എന്നാണ് കരുതുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global,
White Manor near Attugal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.